ദൈവമക്കളായിരിക്കുന്ന ഏവരും പാടുവാൻ ഇഷ്ടപ്പെടുന്ന രണ്ട് ഗാനങ്ങളാണ് പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. അതോടൊപ്പം തന്നെ നമ്മുടെ കഷ്ടകളിലും രോഗങ്ങളിലും പാടുന്ന വേറൊരു ഗാനമാണ് തുണ എനിക്ക് യേശുവാം കുറവിനിയില്ല താൻ, അനുദിനം തൻ നിഴലിൽ മറയിൽ വസിച്ചിടും ഞാൻ. ഈ രണ്ട് ഗാനങ്ങളുടെയും രചനയ്ക്ക് പിന്നിൽ തീവ്രമായ ദുഃഖങ്ങളുടെയും വേദനയുടെയും അനുഭവങ്ങളുണ്ട്. പ്രശസ്തനായ കർത്താവിൻ്റെ ദാസൻ എമ്മി ചെറിയാൻ സാറാണ് ഈ ഗാനം രചിച്ചത്. പത്തനംതിട്ട ജില്ലയിൽ കുറയന്നൂർ താന്നിപ്പുറത്ത് TM ഈശോയുടെയും അല്ലെങ്കിൽ കുഞ്ഞച്ചൻ ഉപദേശിയുടെയും അയ്യൂർ കാണിറ്റുകര പനന്തോട്ടത്തിൽ എലിയാമ്മയുടെ 4ാമത്തെ പുത്രനായി 1917 സെപ്റ്റംബർ 17 എമ്മി ചെറിയാൻ ജനിച്ചു. പൊടിയൻ എന്ന ഓമനപ്പേര് വിളിക്കുന്ന എമ്മി ചെറിയാനെ മാതാപിതാക്കൾ വളരെ ലാളനയോടെ വളർത്തി. കാരണം ഈ ദമ്പതികൾക്ക് ജനിച്ച 3 ആൺകുട്ടികൾ ഒന്നിനു പുറകെ ഒന്നായി മരിച്ചു പോയിരുന്നു. എല്ലാ കുട്ടികൾക്കും ബാധിച്ച രോഗം ഒന്ന് തന്നെയായിരുന്നു. ഈ കുഞ്ഞിനും രോഗത്തിൻ്റെ സാന്നിധ്യം കണ്ടപ്പോൾ പിതാമഹൻ താന്നിപ്പുറത്ത് മത്തായിച്ചൻ കുഞ്ഞിനെ കയ്യിലേന്തി പ്രത്യേകം പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ വേലയ്ക്കായി സമർപ്പിച്ചു. ഈ പ്രാർത്ഥന ദൈവം കേട്ടു. ഈ ബാലൻ വളർന്നു. 9ാമത്തെ വയസ്സിൽ കുമ്മനാട്ട് കുട്ടികൾക്കായി നടന്ന ഒരു കൺവെൻഷനിൽ വെച്ച് യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. സമർത്ഥനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു കൊച്ചുകുഞ്ഞ്. അധ്യാപകരുടെ പ്രീതി സമ്പാദിച്ചു. 4ാം ക്ലാസ് പാസ്സായ ശേഷം 13ാം വയസ്സിൽ 7ാം ക്ലാസ് പരീക്ഷ പാസ്സായി. 15ാമത്തെ വയസ്സിൽ കഥാനായകൻ മലയാളം ഹയർ പരീക്ഷ പാസ്സായി. 21ാമത്തെ വയസ്സിൽ TTC പാസ്സായി. കുമ്പനാട് നോയൽ മെമ്മോറിയൽ സ്കൂളിൽ അധ്യാപകനായി ജോലി ആരംഭിച്ചു. 1943 ഒക്ടോബർ 16 ജോലി രാജിവെച്ചു. പൂർണ്ണസമയം സുവിശേഷ വേലയ്ക്കായി വേർതിരിഞ്ഞ് ബ്രദറൻ സഭയിലെ ആദ്യ മിഷണറിയായി കേരളത്തിന് വെളിയിൽ മധുരയിൽ പ്രവർത്തനങ്ങൾക്കായി പോയി. സുവിശേഷൻ ബാലസംഘം, വൈമീവ തുടങ്ങിയ സംഘടനകളുടെ ആരംഭത്തിന് താൻ കാരണക്കാരനായി തീർന്നു. ഏകദേശം 13 പുസ്തകങ്ങളും മലയാളത്തിലും തമിഴിലുമായി 300-ലധികം ഗാനങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ എല്ലാം തന്നെ വളരെ പ്രശസ്തമാണ്. എന്നാൽ പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ തുടങ്ങുന്ന ഗാനത്തിന് പിന്നിൽ തൻ്റെ വേദനയുടെ അനുഭവങ്ങളാണ് കാണുവാൻ കഴിയുന്നത്. മധുര പട്ടണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ് ദിണ്ടിഗൽ റോഡ്. ആ റോഡിലുള്ള ചിന്തത്തെരുവ് മധുരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെരുക്കളിൽ ഒന്നാണ്. അവിടെ മെയിൻ റോഡിന് തൊട്ടടുത്ത് വാണിയൂർ തെരുവിലാണ് മധുരയിലെത്തി 25 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി സ്ഥലം വാങ്ങി ഒരു സഭാ ഹാൾ പണിയാൻ സംഗതിയായത്. ഹോളിനോട് ചേർന്ന് പണിത 2 മുറികളിൽ ചെറിയാൻ സാറ് താമസമാക്കി. എന്നാൽ അത് ഇടുക്കമായി വന്നതിനാൽ അതിന് മുകളിലേക്ക് കുടുംബത്തിനും അതികൾക്കുമായി ചില മുറികൾ കൂടെ പണിതു. അങ്ങനെ കഷ്ടങ്ങൾ സഹിച്ച് കർത്താവിൻ്റെ വേല ചെയ്തു വരവേ താൻ സ്ഥാപിച്ച സഭയിലെ ചുമതലപ്പെട്ടവർ 3 മാസത്തിനകം സഭാ കെട്ടിടം വിട്ടുപോകണമെന്ന് പ്രമേയം പാസാക്കി ചെറിയാൻ സാറിനെ അറിയിച്ചു. നാടും വീടും വിട്ട് മധുരയിൽ പോയി കർഷകർ കണ്ണീർ കുടിച്ച് അനേക ആത്മാക്കളെ കർത്താവിനെ നേടിയ ഈ ദൈവദാസൻ വളരെ ദുഃഖിതനായി തീർന്നു. 3 മാസത്തിന് മുമ്പ് തന്നെ താമസം സഭാ കെട്ടിടത്തിൽ നിന്ന് മാറ്റിക്കൊള്ളാമെന്ന് അദ്ദേഹം അവരെ അറിയിച്ചു. വേണമെങ്കിൽ മധുര പട്ടണം തന്നെ വിട്ടുപോകുവാനും താൻ തയ്യാറായി. ഈ ദിവസങ്ങളിൽ വിചാരവീശനായി തീർന്ന അദ്ദേഹം പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ എന്ന് ഗാനം എഴുതുവാൻ ഇടയായി. എൻ്റെ ആദികൾ തീരുന്ന ദിവസമുണ്ട്, കർത്താവ് വരുമ്പോൾ ഇതെല്ലാം മാറും. മാത്രമല്ല, ദൈവം എനിക്കായൊരു നല്ല ഭവനം ഒരുക്കുന്നുണ്ട്. കർത്താവ് വന്നു എന്നെ ചേർക്കും. തൻ്റെ നാമത്തിന് വേണ്ടി കഷ്ടം സഹിച്ചത് ഭാഗ്യമായി അദ്ദേഹം കണ്ടു. അവസാനം ഇങ്ങനെ എഴുതി: കാലമെല്ലാം കഴിയും, എന്ന് കാണുന്നതെല്ലാം അഴിയും, പിന്നെ പുതിയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. തിരികെ വരാതെ നാം നിത്യയിൽ മറയും. ഈ വരികൾ കണ്ട് തൻ്റെ പ്രിയതമ മറിയാമ്മ ചോദിച്ചു, ഇത്രയും വേണമോ? അദ്ദേഹം ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്: എനിക്കൊരിക്കലും തിരികെ വരികയേ വേണ്ട.
എത്രയും വേഗം നിത്യയിൽ മറഞ്ഞാൽ മതി. ഈ ഗാനം എഴുതിയ പേപ്പറിൻ്റെ മറുവശത്ത് ചില ദിവസങ്ങൾക്ക് ശേഷം എഴുതിയ ഗാനമാണ് തുണയെനിക്ക് യേശുവേ കുറവിനിയില്ല താൻ, അനുദിനം തൻ നിഴലിൽ മറവിൽ ഞാൻ വസിച്ചിടും. ആരും തുണയില്ലെങ്കിലും കർത്താവ് എനിക്ക് തുണയാണ്. അവിടുന്ന് എൻ്റെ സങ്കേതവും ബലവുമാണ്. 91-ാം സങ്കീർത്തനമാണ് ഇതിന് അവലംബമായി തീർന്നിരിക്കുന്നത്. പകയൻ്റെ കണികളിൽ നിന്ന് രക്ഷിപ്പാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. അങ്ങനെ ആ ദൈവദാസൻ തൻ്റെ ആകുല വേളകളെ സന്തോഷകരമാക്കി തീർത്ത് കർത്താവിന് വേണ്ടി വേല ചെയ്തു. അനേക വ്യക്തികളെ കർത്താവിലേക്ക് നടത്തി. ബൈബിൾ സ്കൂളുകൾ സ്ഥാപിച്ചു. പല സഭകളുടെ സ്ഥാപനത്തിന് താൻ തുടക്കം കുറിച്ചു. 1993 ഒക്ടോബർ 2 ശനിയാഴ്ച 3 മണിയോടുകൂടി മധുരയിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ അകലെ മുതുകുളത്തിൽ പ്രസംഗത്തിനായി പോയി. അവിടെ ചെന്ന് പ്രസംഗക്കുറിപ്പുകളും ബൈബിളും ധ്യാനിക്കുന്നിടയിൽ പെട്ടെന്ന് ഹൃദയാഘാതം വന്ന് താൻ നിത്യയിൽ ചേർന്നു. അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ നിത്യയിൽ മറഞ്ഞു. തിരികെ വരാതെ നിത്യയിൽ മറയുന്ന ആ അനുഭവം തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമായി. കോടാനുകോടി വിശുദ്ധന്മാർ ദൈവസേനയിൽ പ്രതിഫലം വാങ്ങുമ്പോൾ ഈ ദൈവദാസനും ആ പ്രതിഫലത്തിനായിട്ട് കാണും. എത്രയോ ദൈവദാസന്മാരാണ് അധ്വാനിച്ചുണ്ടാക്കിയ സഭാഗോളുകളിൽ നിന്നും പള്ളികളിൽ നിന്നും പുറത്തായി പോകുന്നത്. നാമധേയരും ജഡീയരുമായവർ ദൈവത്തെ മറന്ന് പ്രവർത്തിക്കുന്നതിന് പേരിൽ എത്രയോ ദൈവദാസന്മാർ കണ്ണീർ കുടിക്കുന്നു. അവിടെ പ്രതിഫലം ഏറെയാണ്. ആ പ്രതിഫലത്തിനായി ഒരുങ്ങി ആകുല വേളകളിൽ, ആപത്ത് നാളുകളിൽ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ചേരുവാൻ ഓരോ ദൈവത്തിലും ദൈവം ഇടയാക്കുമാറാകട്ടെ.